ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉച്ചക്കത്തെ ചോറിനുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നല്ല പിടയ്ക്കണ മത്തിയൊന്നും അല്ലെങ്കിലും നല്ല ഫ്രഷ് മത്തിയാണ് കേട്ടോ. അങ്ങനെ 50 രൂപയ്ക്ക് ഇതാ ഒരുപാട് മത്തി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാനിതാ നന്നാക്കുകയാണ്. മത്തി കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും നന്നാക്കാൻ വലിയ ഇഷ്ടമൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഞാനിതാ വേഗം നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ്, എങ്ങനെ വെക്കണം എന്ന് ആലോചിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ തീരുമാനിച്ചു മുളകിടാന്ന്. അങ്ങനെ ഇതാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ഇട്ട് തിളപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് മത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി തിളച്ച് വന്നപ്പം മത്തി വെന്ത് വന്നപ്പോൾ കുറച്ച് കരിവേപ്പിൻ്റെലയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ. അങ്ങനെ മത്തിക്കറി റെഡി ആയിട്ടുണ്ടേ. പിന്നെ ഞാനിതാ മുരിങ്ങേൻ്റെ ഇല മരത്തിൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോയത്. വലിയതായിട്ടൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും കുറച്ച് ഒരു കറിക്കുള്ള ഇലയൊക്കെ അതുമ്മലുണ്ട് കേട്ടോ. മുരിങ്ങമരം ശപിക്കുകയോ എന്തോ ആവോ, കാരണം ഞാൻ അതിനെ മുട്ടയാക്കിയിട്ടുണ്ട്. ഉള്ള ഇലതാ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ഞാൻ നന്നാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. തേങ്ങ അരച്ച് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഇല. അങ്ങനെ ഞാനും കണ്ണമ്മോനും ഇതാ ഇരുന്ന് നന്നാക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കണ്ണമ്മോൻ കരയുന്നുണ്ട് കേട്ടോ. എന്തിനാണെന്നറിയോ? മുരിങ്ങേൻ്റെ ഇല കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ ആ മുരിങ്ങേൻ്റെ ഇല കൊടുത്തിട്ടുണ്ട്, പിന്നെ കറി വെക്കാൻ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞാനിതാ മുരിങ്ങേൻ്റെ ഇലയൊക്കെ നന്നായി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പരിപ്പ് കുതിർക്കാൻ വെച്ചിരുന്നു, അത് കുക്കറിലിട്ട് വേവിക്കാൻ പോവുകയാണ്. പരിപ്പിൻ്റെ കൂടെ ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. അങ്ങനെ ഇതാ പരിപ്പ് വെന്ത് വന്നപ്പം അതിലേക്ക് നമ്മുടെ മുരിങ്ങേൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുരിങ്ങേൻ്റെ ഒന്ന് വാടി വന്നിട്ട് തേങ്ങ ചേർക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ തേങ്ങയിൽ ഒരു കുറച്ച് ജീരകവും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാട്ടോ അടിക്കാറുള്ളത്. നമ്മൾ ഓരോ നാട്ടിലേക്കും ഓരോ രീതിയിലല്ലേ കറിയൊക്കെ വെക്കുക അല്ലേ. അങ്ങനെ എൻ്റെ രീതി ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നന്നായി കറി തിളച്ച് വന്നപ്പോൾ ഞാൻ വറവിടാൻ വേണ്ടിയിട്ട് പോവുകയാണേ. വറ്റൽമുളകും കടുവും ഇട്ടിട്ട് വറവിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ മുരിങ്ങേൻ്റെ കറിയും റെഡിയായി. പിന്നെ ഇതാ പപ്പടം ഇവിടെ പലർക്കും ഒഴിച്ചുകൂടാനാവാൻ പറ്റാത്ത ഒരു സാധനമാണ് കേട്ടോ. അങ്ങനെ ഇതാ പപ്പടവും കാച്ചി ചോറുണ്ണാൻ വേണ്ടിയിട്ട് പോവുകയാണേ. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വിശാലാണേ.